ഓക്കെ, പായസവും കഴിച്ചു കഴിഞ്ഞു. ഇനി പറയാലോ. കയ്യിലും വയലും ഒക്കെ ഇരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൈയും ഒന്ന് കഴിവിട്ടരാ. ഇനി കൈ കഴുകി കഴിയുമ്പോഴത്തേക്കും അടുത്ത കാര്യം കണ്ടുപിടിക്കോ? ഇല്ല, ഒന്നുമില്ല. കൈ കഴുകുന്നു, പറയാനുള്ളത് പറയുന്നു, നമ്മൾ പിരിയുന്നു, അത്രേ ഉള്ളൂ. ഞാനേ പൈപ്പ് കാണിച്ചു തരാം. വാ. നീതി ടീച്ചർ വിളിക്കുന്നുണ്ടല്ലോ. എനിക്ക് സാറ് സംസാരിക്കേ, ഞാൻ പോയി കൈ കഴുകിട്ട് വരാം. എടതി പ്രണവേ, നീ ഇപ്പൊ എവിടെയുള്ളേ? അതെന്തോ അങ്ങനെ ഒരു ചോദ്യം? അമ്പലത്തിലേക്ക് വരുന്നെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്. എടാ, ഞാനും അമ്പലത്തിലുണ്ട്. നീ എവിടെ നിൽക്കുന്നു എന്നാ ചോദിച്ചത്. അത് കൊള്ളാം. എടതി അമ്പലത്തിലോട്ട് വന്നാ, എന്നാ പിന്നെ എന്നോട് വന്നാ പറയുന്ന. എടാ, നീ ആദ്യം എവിടെ നിൽക്കുന്നു എന്ന് പറ. ഞാനിപ്പോ എന്തടയാളം പറയാനാ? തൽക്കാലം നീ അടയാളം ഒന്നും പറയണ്ട. ശിവാനി അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അവൾ ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടു. ശിവാനി? നീ ഇവിടെ വരുന്നു എന്ന് അറിഞ്ഞിട്ടാ അവള് വന്നേക്കുന്നത്. നിന്നെ ഐശ്വര്യ ഇവിടെ വെച്ച് ഒരുമിച്ച് കണ്ടാൽ അത് പ്രശ്നമാവും. ശിവാനി അടുത്ത് കണ്ടോ? കണ്ടു എന്ന് പറഞ്ഞില്ലേ? നീ ഐശ്വര്യയുടെ കൂടെയാണോ? ഐശ്വര്യയുടെ കൂടെ ആയിരുന്നു. ഇപ്പൊ കൈ കഴുകാൻ വേണ്ടി പോയിരിക്കുക, തിരിച്ചു വരും. പ്രണവേ, നീ ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. എടതി, ശിവാനെ ഞാനും കണ്ടു. എടാ, ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കരുത്. ഐശ്വര്യയോട് എന്തേലും പറഞ്ഞിട്ട് നീ വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്. ശിവാനി എന്തിനാ ഇങ്ങോട്ട് വന്നേ? വേറെ എന്തിനാ? ആൾക്കാരുടെ മുമ്പിലിട്ട് നിന്നെ നാണം കെടുത്താൻ വേണ്ടി വന്നേക്കാ അവള്. ഐശ്വര്യ ഉണ്ടെന്നൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. നീ വേഗം പോകാൻ നോക്ക്. ശരിയാടത്തി, ഐശ്വര്യ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കട്ടെ.